ഹലോ വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വന്നിട്ട് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നിവയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ ഉൾക്കൊണ്ട ക്ലാസ്സുകളാണ്. ഇതിൽ പലതും PYQ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എന്ന ബേസിലാണ് ഈ ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഒരു ക്ലാസ്സിൽ നിൽക്കുന്നതല്ല, കാരണം നമുക്ക് ഓരോ വിഷയത്തിൽ നിന്നും എത്ര കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത് നമുക്ക് ഉപകാരമാവും. ഏതിലൂടെയാണ് നമുക്ക് മാർക്ക് കരസ്ഥമാക്കാൻ കഴിയുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് പോലെ തന്നെ തുടർച്ചയായി ഓരോ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസ് ക്ലാസ് കൊണ്ടുവരാനാണ് ഇനി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം, ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏത്? ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ല്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഏത്? കണ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം അറിയപ്പെടുന്നത് സിസ്റ്റോളിക് പ്രഷർ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏത്? പ്ലൂറ. ഒന്നുകൂടെ നോക്കാം. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏത്? ഉളിപ്പല്ല്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഏത്? കണ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം അറിയപ്പെടുന്നത് സിസ്റ്റോളിക് പ്രഷർ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത്? അനിമോമീറ്റർ. അന്തർവാഹിനികളിൽ ഇരുന്നുകൊണ്ട് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം പെരിസ്കോപ്പ്. ശബ്ദം അളക്കുന്നതിനുള്ള തോത് ഏത്? ഡെസിബൽ. അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെ? ശൂന്യതയിൽ. ഒന്നുകൂടെ നോക്കാം. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത്? അനിമോമീറ്റർ. അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം പെരിസ്കോപ്പ്. ശബ്ദം അളക്കുന്നതിനുള്ള തോത് ഏത്? ഡെസിബൽ. അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെ? ശൂന്യതയിൽ. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജോർജ് ജോൺ സ്റ്റോയ്. ജോർജ് ജോൺ സ്റ്റോയ്. ഓക്കെ. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവ്. ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം കാർബൺ. J.J. തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് പ്ലം പുഡിംഗ്, റൈസിംഗ് പുഡിംഗ്, വാട്ടർമെലൺ മോഡൽ എന്നെല്ലാം അറിയപ്പെടുന്നു. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോർജ് ജോൺ സ്റ്റോയി. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവ്. ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. ഭൂമിയിൽ ജീവനടിസ്ഥാനമായ മൂലകം കാർബൺ. J.J. തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നിങ്ങനെ. ഇനി നമുക്ക് കുറച്ച് നിയമങ്ങൾ നോക്കാം. എപ്പോഴും ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതാണ്. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് അവഗാഡ്രോ നിയമം. അപ്പോൾ അവഗാഡ്രോ നിയമം എന്താ പറയുന്നത്? താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇതാ അവതരിപ്പിച്ചത് അമേലിയോ അവഗാഡ്രോ ആണ്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണിത്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിലായിരിക്കും. അടുത്തത് ചാൾസ് നിയമം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ് ഉള്ള ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞതിൽ താപനില, മർദ്ദം എന്നിവ സ്ഥിരം. ഇവിടെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസുള്ള ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിൽ ആയിരിക്കും. സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേർ അനുപാതമാണ്. അടുത്തത് ബോയിൽ നിയമം.
ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം അതിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അടുത്തത് പാസ്കൽ നിയമം. ഒരു വാതകത്തിൻ്റെ മാസിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കും. ഒരു വാതകത്തിൻ്റെ മാസിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കും. അതാണ് പാസ്കൽ നിയമം. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? ശ്വാസകോശം. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരാവയവം കരൾ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തുവാണ് യൂറിയ. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്ന പേശികളാണ് മിനുസപേശികൾ, ഹൃദയപേശി എന്നിവ. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. ഒന്നുകൂടെ നോക്കാം. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ശ്വാസകോശം. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം കരൾ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തു യൂറിയ. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ മിനുസപേശികൾ, ഹൃദയപേശി. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ്. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിക്കുകയും പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്കു സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിക്കുകയും പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ്. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിക്കുകയും പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ. ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. PVCയിൽ അടങ്ങിയിരിക്കുന്ന ഹാലജൻ ക്ലോറിൻ. അപ്പോൾ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ. ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. PVCയിൽ അടങ്ങിയിരിക്കുന്ന ഹാലജൻ ക്ലോറിൻ. രക്തഗ്രൂപ്പുകളെ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റെയ്നർ. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. രക്തഗ്രൂപ്പുകളെ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റെയ്നർ. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചേർത്തിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആഹാരവസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ല്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ. പല്ലും നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അന്തർവാഹിനിയിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം പെരിസ്കോപ്പ്.
ശബ്ദം അളക്കുന്നതിനുള്ള തോത് ഡെസിബൽ. അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിൽ. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയി. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവ്. ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം കാർബൺ. ജെ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലൻ മോഡൽ. ഇനി അവഗാഡ്രോ നിയമം എന്നാൽ എന്താണ്? താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഒന്നുകൂടെ പറയാം. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അവഗാഡ്രോ നിയമം അവതരിപ്പിച്ചത് അമേഡിയോ അവഗാഡ്രോയാണ്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണിത്. അടുത്തത് ചാൾസ് നിയമം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ് ഉള്ള ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും. സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേർ അനുപാതത്തിലാണ്. ബോയിൽ നിയമം. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം അതിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. പാസ്കൽ നിയമം. ഒരു വാതകത്തിന്റെ മാസിന്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കും. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? ശ്വാസകോശം. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരാവയവം കരൾ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തുവാണ് യൂറിയ. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ മിനുസ പേശികൾ, ഹൃദയപേശി. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ്. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിക്കുകയും പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. എന്താണ് ടിൻഡൽ പ്രഭാവം? ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിക്കുകയും പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാരദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. PVCയിൽ അടങ്ങിയിരിക്കുന്ന ഹാലജൻ ക്ലോറിൻ. രക്തഗ്രൂപ്പുകളെ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. അതുപോലെ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അപ്പോൾ ബാരോമീറ്റർ. അന്തരീക്ഷത്തിലെ മർദ്ദം അളക്കാൻ ബാരോമീറ്ററും അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഹൈഗ്രോമീറ്ററും. മാറിപ്പോവരുത്. മർദ്ദം, ആർദ്രത. താപനില അളക്കാനോ തെർമോമീറ്റർ. ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കുന്നതും ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കുന്നതും ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതുമാണ്. അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കുന്നത് ഹൈഗ്രോമീറ്ററും ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നത് ഹൈഡ്രോമീറ്ററുമാണ്. മാറിപ്പോവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. കാറ്റിന്റെ ദിശ അളക്കുന്നത് എന്താണ്? വിൻഡ് വെയിൻ ആണ്. കാറ്റിന്റെ ദിശ അളക്കുന്നതാണ് വിൻഡ് വെയിൻ എന്ന് പറയുന്നത്.
പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റിനെയാണ് കുതിരശക്തി എന്ന് പറയുന്നത്. ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഓക്കെ, ഇത് ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ മാറിപ്പോവാതിരിക്കാനാണ് ഹൈഗ്രോമീറ്ററും ഹൈഡ്രോമീറ്ററും പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീണ്ടും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസ് ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.